ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മരുവിന്റെ സൂപ്പർ പ്രമോ സെഷനിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുകയാണ്. രണ്ടു ദിവസമായിട്ട് നമ്മൾ കഥകളൊന്നും വിടുന്നില്ല. ക്രിസ്മസിന്റെയും പുതുവത്സരത്തിനെ തിരക്കായതുണ്ടായത്. എന്നാൽ വരുന്ന ദിവസം മുതൽ എല്ലാ ദിവസവും അലീനയുടെയും മരുവിന്റെയും കഥയായിട്ട് എത്തുന്നുണ്ട്. അടുത്ത ആഴ്ച നടക്കുവാൻ പോകുന്ന വിശേഷം എന്ന് പറയുന്നത് ത്രില്ലിംഗ് ആയിട്ടുള്ള ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ്. പ്രേക്ഷകരെ നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന ചില നിമിഷങ്ങൾ. അലീന ആരെന്ന സത്യം നമ്മുടെ വൈജയിനെ മനസ്സിലാക്കിയ ഇപ്പൊ എന്തായാലും വൈജയന്തിക്ക് വലിയൊരു അപകടം ഉണ്ടായി, ജീവൻ പാതി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ചില സാഹചര്യമൊക്കെയാണ്. അങ്ങനെ ബാലചന്ദ്രൻ ഓടിച്ചെല്ലുന്നു. ബാലചന്ദ്രന്റെ മനസ്സിൽ വൈജയന്തിയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡാക്കി ആയിരിക്കും ഇന്ന് നാളെയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. കാരണം വൈജിക്ക് ഒരു അപകടം ഉണ്ടായെന്നറിഞ്ഞതേ തനിക്ക് പെട്ടെന്ന് ചങ്ക് പൊട്ടിപ്പോവുകയും പെട്ടെന്ന് തന്നെ ധൃതിയിൽ ഹോസ്പിറ്റലിലേക്ക് പോവുക. ഈ സമയത്ത് പലരും തന്നെ വിളിച്ച് അധിക്ഷേപിക്കുന്നുണ്ട്. താൻ കാരണമല്ലേ എന്റെ പെങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും ബാലചന്ദ്രൻ അതൊന്നും കൂട്ടാക്കാതെ വൈജയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി ഹോസ്പിറ്റലിൽ വൈജയെ കാണുന്നു. വൈജയ്ക്ക് ബോധമില്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. രക്ഷപ്പെടാൻ പകുതി സാധ്യതയുള്ള അത്രത്തോളം മാരകമാകുന്ന മുറിവുകൾ വൈജയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിനിടയിൽ തന്റെ ആംഗളമാരായ വൈജയുടെ ആംഗളമാരായ ശിവനും രാജീവും എല്ലാ ബന്ധുക്കളും ബാലചന്ദ്രൻ എതിരെ തിരികെയാണ്. ബാലചന്ദ്രൻ കാരണമാണ് വൈജയ്ക്ക് ഇങ്ങനെ സംഭവിച്ചെന്നും എവിടുന്നോ കിടന്ന ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന വൈജയെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള അപവാദങ്ങൾ ബാലചന്ദ്രന്റെ മേൽ പഴിക്കുക കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ അലീന വൈജയ്ക്ക് അപകടമുണ്ടായെന്നത് തന്റെ അമ്മയ്ക്ക് അപകടമുണ്ടായി എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടിക്കരയും. അതുപോലെ തന്നെ താൻ കാരണമാണല്ലോ വൈജയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചിന്തിച്ച് ഉറക്കമില്ലാതെ ഓരോ ഫോൺ കോളും കാത്തിരിക്കുന്ന നമ്മുടെ അലീനയെ കാണാം. അതിനോടൊപ്പം മനുവും ഹോസ്പിറ്റലിൽ ചെല്ലുക കേട്ടോ. മനു ചെല്ലുമ്പോൾ ബാലചന്ദ്രനെ വിചാരണ നടത്തുന്ന പോലെ ശിവനും രാജീവും അതുപോലെ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് മനുവിന് ഈ സത്യം ഒരുപാട് സമയം മറച്ചു വെക്കാൻ കഴിയാതെ വരികയും അങ്ങനെ തന്റെ അച്ഛനോടും അച്ഛന്റെ അനിയനോടും ഒക്കെ വൈജയന്തിയുടെ അല്ലെങ്കിൽ തന്റെ ആന്റിയുടെ ചരിത്രങ്ങൾ പറയുവാൻ ശ്രമിക്കുക. അപ്പൊ ബാലചന്ദ്രൻ ഇത് തടയുന്നുണ്ട്. എങ്കിലും മനുവിന്റെ നാവിൽ നിന്ന് ചില സത്യങ്ങൾ, വൈജയുടെ പൂർവ്വകാല ചരിത്രങ്ങൾ തന്റെ അച്ഛനോടും തന്റെ അച്ഛന്റെ അനിയനായ രാജീവിനോടും ചോദിക്കുക. അപ്പൊ ഇത് കേട്ട പെട്ടെന്ന് ഞെട്ടുക വൈജിയുടെ രണ്ട് സഹോദരന്മാരുണ്ടോ. അപ്പൊ ചോദിക്കുകയാണ് ഇവനെങ്ങനെയായി വൈജിയുടെ പൂർവ്വകാല ചരിത്രമൊക്കെ പഠിച്ചതെന്ന് ചോദിക്കുക. ഇതിനിടയിൽ സത്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി രണ്ടുപേരും ശ്രമിക്കുകയും ഒടുവിൽ മനുവും ബാലചന്ദ്രനും ആ സത്യം പറയുകയാണ്. വൈജ 22 വർഷത്തിന് മുമ്പ് പ്രസവിച്ച കാര്യവും അല്ലെങ്കിൽ മറ്റൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ കാര്യങ്ങളൊക്കെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതിന്റെ മുൻപിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൂർവ്വകാല ചരിത്രങ്ങൾ ബാലചന്ദ്രൻ മനസ്സിലാക്കി എന്ന് ശിവനും രാജീവും അറിയുകയും അങ്ങനെ അവർ തമ്മിൽ പറയുകയാണ് ഇത് വൈജിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ബാലചന്ദ്രൻ അറിഞ്ഞെങ്കിൽ ഇതൊരു പ്രതികാരമായിരിക്കും അലീനയെ വീട്ടിൽ കൊണ്ട് നടത്തിയിരിക്കുന്നതും അതുപോലെ വൈജിക്കെതിരെ പോരാടുന്നതൊക്കെ ഒരു പ്രതികാരമാകും. അങ്ങനെയാണെങ്കിൽ നമ്മളേറെ സൂക്ഷിക്കണമെന്നും വൈജ ഒരു കാരണവശാലും ഇത് അറിയരുതെന്നും ഇതിനൊരു പരിഹാരം നമ്മൾ തന്നെ കണ്ടെത്തണമെന്നും ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ തന്ത്രങ്ങളിലൂടെ ബാലചന്ദ്രനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി ശിവനും രാജീവും ഒക്കെ ശ്രമിക്കുന്ന ഭാഗങ്ങളാക്കി നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്ന വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.